രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, കൂട്ടുകാരെ, സാഹിത്യോത്സവിൽ പാട്ടും കഥയും കേട്ട് തരിച്ചിരിക്കുന്ന ഈ സദസ്സിൽ ഞാനൊരു കഥ പറയുകയാണ്. കൊലവമ്പനെ അറിഞ്ഞു എത്തിയ SPS-കാർ, അതാണ് എന്റെ കഥന്റെ പേര്. അങ്ങനുണ്ട്. കഥന്റെ പേര് ശമ്പല്ലേ. ഈ AK-47 നാടൻ ബോംബും മറുവിൽ നിന്ന് കാണ്ടി എറിയുന്നതിന്റെ ഒക്കെ കുറെ മുമ്പ് നേരത്തെ നേരെ നിന്ന് കാണ്ട് പടവാളം കൊണ്ട് വെട്ടുന്ന പണിയായിരുന്നു. അങ്ങനെയാണ് ബദറും മുഴുതും നന്ദകും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ വല്ലാണ്ട് ഗതി കെട്ടാല് ഓരോ ആളെടുത്തിരുന്നുള്ളൂ. ഇന്നിപ്പോ സ്കൂൾക്ക് പോണ കുട്ടികളെ ബാഗ് നോക്കിയാലും അതിലും ചിലപ്പോ നാടൻ ബോംബുണ്ടാകും. അതൊക്കെ കുട്ടികൾ പഠിച്ച സാധനങ്ങൾ. അതല്ലേ നിൽക്കട്ടെ, ഞാൻ കഥ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ച ശൈത്താനായിരുന്നു അബൂജഹൽ. ബദറിൽ ആയിരക്കണക്കിന് ശത്രുക്കളെ വെറും 313 സ്വഹാബാക്കൾ പേടിപ്പിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ ഓലക്കാട്ടിൽ പഠിപ്പുള്ള വാവ് തൂക്കി നടക്കുന്നത് മുആദ് റളിയല്ലാഹു അൻഹു കണ്ടു. ഓരെന്തിനാ ഒരുങ്ങിയിരിക്കുമെന്ന് അറിയാതായപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ഓരെ രണ്ടാളെയും ഇടങ്ങളിട്ട് കൊണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചു. കുറഞ്ഞു കഴിഞ്ഞപ്പോ മുആദ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന്, ഓനി നിങ്ങൾ ഈ അബൂജഹലിനെ ഒന്ന് കാണിച്ചു തരുമോ? ഓന് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാണ്ട് സൂമ് കാട്ടലുണ്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.